അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ ഒരു എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പല പല നാട്ടിൽ നിന്നും ഒരുപാട് ജനങ്ങൾ തന്നെ ഉണ്ടോ ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂര് നമ്മുടെ ആദ്യോഗിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ബാക്ക് സൈഡിൽ നമ്മളിപ്പോ ബാക്കിൽ കാണാൻ കഴിയും നിങ്ങൾക്ക് നല്ലൊരു ശിവന്റെ ഒരു വിഗ്രഹം. അപ്പൊ ഈ ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങളാണ് ഇവിടെ തിങ്ങി കൂടിയിരിക്കുന്നത്. അപ്പോൾ എന്തുതന്നെയാണെന്നുണ്ടെങ്കിലും രാത്രി കാലഘട്ടം ആയതുകൊണ്ട് വീഡിയോ കുറച്ച് ക്ലിയർ കമ്മിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമല്ല കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളെ കൂടെ എന്റെ പെങ്ങളുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വരി, എല്ലാവരും വരി. അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ പാറുമോളെ ഇവിടെ പരിചയപ്പെടുത്തട്ടോ. നമ്മളെ പാറുമോള് ഇവിടെ ഉണ്ട്. അങ്ങോട്ട് പോയിക്കോ. അപ്പൊ നമ്മളെ പെങ്ങളുണ്ട്. അപ്പൊ നമ്മളെ പെങ്ങളുടെ കുട്ടിയുണ്ട്. അതേപോലെ തന്നെ അളിയന്റെ നാത്തുണ്ട്, നാത്തുവിന്റെ കുട്ടിയുണ്ട്. അളിയനോടെ പോയി, അളിയോട് വരി. അളിയൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടോ ഈ ഒരു മനോഹരമായിട്ടൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോ തന്നെ അതിമനോഹരമായിട്ടൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തുതന്നെയാണ് വെച്ചാൽ നമുക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയിലേക്ക് പോവാം അല്ലെ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഈ ഒരു ശിവലിംഗത്തിന്റെ നേരെ മുന്നിൽ വന്നിട്ടാണ് ഇപ്പൊ നിക്കണത്. ഇവിടുന്ന് നോക്കുമ്പോ തന്നെ ഒരുപാട് നല്ല കൗതുകം നിറഞ്ഞിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ ഒരു കാഴ്ച. ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ തിങ്ങി കൂടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ശിവലിംഗത്തിന്റെ ഉയരം എത്രയാണോ ചോദിച്ചാൽ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഹൈറ്റിലാണ് ഈ ഒരു ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഈ ഒരു വിഗ്രഹത്തിന്റെ ഈ ഒരു പ്രതിമയുടെ നേരെ മുന്നിൽ നമ്മളിപ്പോ നിൽക്കണം കേട്ടോ ചെയ്യണത്. അപ്പൊ നമ്മുടെ മുഖം ഇപ്പൊ കാണുമ്പോ തന്നെ ബ്ലൂ കളറിലാണ് കേട്ടോ കാണണത്. എന്താ വെച്ചാൽ ഒരു ബ്ലൂ കളർ ലൈറ്റ് ആണ് നമ്മുടെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഈ ഒരു ക്ലാരിറ്റിയിലോട്ടോ കാണാൻ പറ്റുള്ളൂ. എന്തിനാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോ നല്ല രസമാണ് കാണാന്. അപ്പൊ അതുമാതിരി തന്നെ ഇത് ക്യാമറയിൽ കാണുന്ന മാതിരി അല്ല കേട്ടോ, നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി തന്നെയാണ് കേട്ടോ. ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കൾ ഇരുട്ടിന് മുമ്പ് വരണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ പകല് സമയത്ത് ഇവിടെ കാണാൻ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. ഒരുപാട് കാളവണ്ടികളും അതേമാതിരി തന്നെ പുറകുവശത്ത് ഒരുപാട് നല്ല നല്ല നെൽപ്പാടങ്ങളും അതേമാതിരി തന്നെ ചുറ്റും മലകളും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മനോഹരമായ കാഴ്ച കണ്ടിട്ട് നിനക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നത്? സംഭവം ഇവിടെ അടിപൊളിയാണ്, കാണാൻ ഒരുപാടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എത്താൻ കുറച്ച് നേരം വൈകി പോയി. കാരണം ആദ്യമായിട്ടല്ലേ വരുന്നത്, അതിന്റെ പ്രശ്നത്തിൽ കുറച്ച് നേരം വൈകി പോയി. അതുകൊണ്ട് നിറയെ കാണാനുണ്ട്. അതാണ്, ഒരുപാട് നല്ല നല്ല കാഴ്ചകളാട്ടോ കാണാനുള്ളത്. പക്ഷെ എന്താ വെച്ചാല് നമ്മൾ ഇവിടുന്ന് ആദ്യമായിട്ടാ വരുന്നത്. ഇവിടെ ഇങ്ങനെ വരേണ്ടത് ഒന്നും അറിയില്ല കേട്ടോ. കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അപ്പൊ അത് മാത്രല്ല, നമ്മൾ വരാൻ തന്നെ ഉച്ച കഴിഞ്ഞു കേട്ടോ. നമ്മള് ഷൊർണൂരിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് ഉച്ച ആയിട്ട് ഒരു 12:45 ശേഷം കേട്ടോ ഇവിടേക്ക് എത്തിയിരിക്കണത്. അപ്പൊ ഇവിടെ ഏകദേശം എത്തിയപ്പോ ഒരു 7:30-8 മണി. എത്ര മണിക്ക് എത്തിയ നമ്മള്? ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോ. പിന്നെന്താ ചോദിച്ചെന്ന് വെച്ചാല് ഇവിടെ ഒരുപാട് ഉള്ളിലൊക്കെ പോയിട്ട് കാഴ്ചകൾ കാണാണ്ട് കേട്ടോ. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് കാണാന്ന് പറഞ്ഞു വെച്ചാല് നമുക്ക് കാണാണ്ട് അവിടെ ഫോണ് അവിടെ ഉള്ളിലേക്ക് അലൗട്ട് അല്ല അത്രേ. പിന്നെ ഫോണൊക്കെ നമ്മളവിടെ സൂക്ഷിക്കാൻ കൊടുക്കണം, ക്യാമറ ഒന്നും അലൗട്ട് അല്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മള് ഫോണും കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളിലേക്കൊന്നും ഇപ്പൊ തൽക്കാലം പോണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് ഫോൺ നമ്മളെ കയ്യിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അവര്. അതുപോലെ തന്നെ ഈ ഒരു ശിവലിംഗം പല തരത്തിലുള്ള ലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഷോ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ വീഡിയോ? അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുമാതിരിയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും. അടുത്ത വീഡിയോ കാണുമായിരിക്കും. ഓക്കെ, ബൈ.